Hello dear children, good morning. Welcome back to our social science class. We have finished our 9th chapter, Gandhiji and the freedom struggle, in our previous class. Today we are going to study new chapter, our 10th chapter, our constitution, നമ്മുടെ ഭരണഘടന. Let us start. Here we can see the news report and photographs of the Grand Republic Day celebration held in New Delhi. ന്യൂഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടും ചിത്രങ്ങളുമാണ് ഇവിടെ കാണുന്നത്. നമ്മളും റിപ്പബ്ലിക് ഡേ നമ്മൾ സ്കൂളിലൊക്കെ വളരെ ഗംഭീരമായി ആഘോഷിക്കാറുണ്ട് അല്ലേ? വെൻ ഡു വി സെലിബ്രേറ്റ് ദ റിപ്പബ്ലിക് ഡേ? 26th January. Every year we celebrate January 26 as the Republic Day. Then what is Republic? Republic is a system in which the head of the state is an elected person. എന്താണ് റിപ്പബ്ലിക്? Republic is a system in which the head of the state is an elected person. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. അതായത് ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും രാഷ്ട്രത്തലവൻ. അങ്ങനെയുള്ള സംവിധാനത്തിനാണ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റിനെ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് അല്ലേ? അപ്പോൾ എന്താണ് ഇന്ത്യ? എന്താണ്? റിപ്പബ്ലിക്കാണ്. അപ്പോൾ വാട്ട് ഈസ് റിപ്പബ്ലിക്? റിപ്പബ്ലിക് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ആൻ ഇലക്റ്റഡ് പേഴ്സൺ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26th January 1950. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 January 26. ഇന്ത്യ became a republic then and every year we celebrate January 26 as the Republic Day. This is the picture of Dr. Rajendra Prasad. Dr. Rajendra Prasad affixes his signature in the Constitution. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹു ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ഭരണഘടന? Constitution is an authentic document containing the basic ideas, principles and laws of a country. What is Constitution? Constitution is an authentic document containing the basic ideas, principles and laws of a country. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. The laws governing a country originate from its constitution. Every country is ruled on the basis of its constitution. Indian ഭരണഘടന Indian constitution officially came into force on 26th January 1950. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ്? പ്രിയാമ്പിൾ, അതായത് ആമുഖം, പിന്നെ 395 ആർട്ടിക്കിൾസ് ഉണ്ട്, പിന്നെ 12 ഷെഡ്യൂൾസ്, 12 പാർട്സ്,
98 അമെൻമെൻറ്റ്. അമെൻമെൻറ്റ് എന്താണെന്ന് ഈ ടെക്സ്റ്റിലെ അവസാന ഭാഗത്ത് നമുക്ക് പഠിക്കാം. It took 2 years, 11 months and 17 days to frame the Indian Constitution. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ട സമയം എത്രയായിരുന്നു? രൂപീകരിക്കുന്നതിന് എടുത്ത സമയം 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത്. ഇറ്റ് ടുക്ക് 2 years, 11 months and 17 days to frame the Indian Constitution. Then what is Constitution? Constitution is an authentic document containing the basic ideas, principles and laws of a country. ഫ്രെയിമിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണ പ്രവർത്തനം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് എന്തായിരുന്നു? ദ ഫ്രെയിമിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ആദ്യം ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചു. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ അസംബ്ലി വാസ് ഓൺ 9th December 1946. Dr. Sachidananda Sinha was its acting chairman. Later, Dr. Rajendra Prasad was elected as the chairman of the Constituent Assembly. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആക്ടിംഗ് ചെയർമാൻ, താൽക്കാലിക ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. പിന്നെ ഇലക്ഷനിലൂടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഡോക്ടർ BR അംബേദ്കർ വാസ് ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഹി ഈസ് നോൺ ആസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. The committee headed by Dr. Ambedkar prepared a draft of the constitution. It was done based on the reports submitted by different committees. After detailed discussions and debates, the Constituent Assembly approved the Constitution on 26 November 1949. This day is observed as the Constitution Day. However, the Indian Constitution officially came to force on 26th January 1950. ആ ദിവസമാണ് ഇന്ത്യ എന്തായത്? ഇന്ത്യ became a sovereign democratic republic from the day. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. പിന്നെ ഒരുപാട് സംവാദങ്ങൾക്കും ശേഷം 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. ഒഫീഷ്യലി the Indian Constitution officially came into force on 26th January 1950. ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അതായത് ഇന്ത്യ became a sovereign democratic republic from that day. Jawaharlal Nehru signs the Constitution. Nehru was the first Prime Minister of India. Today's class is over. I hope all of you got my class. Thank you.